ഹായ് ഐഫോൺ എല്ലാവർക്കും പഠിക്കാമെന്ന പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ മൾട്ടിമീറ്ററിൻ്റെ ഒരു ചെക്കിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തിയറി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളത് പ്രാക്ടിക്കലി ആയിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു മദർ ബോർഡ് നമ്മൾക്ക് കയ്യിൽ ചെയ്യാൻ കിട്ടുമല്ലോ, ആ സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ സർക്യൂട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, അപ്പോൾ ഒരു ഇന്ന ലൈനിൽ ഇത്ര ഓംസ് ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഇമ്പഡൻസ് ഇത്ര ഗിയർ വാല്യൂ എന്നൊന്നും ചിലപ്പോൾ പുതുതായിട്ട് വരുന്ന ടെക്നീഷ്യന്മാർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ അടുത്തൊരു ഏകദേശം എത്ര വാല്യൂ ഉണ്ടാവും എന്നുള്ളതും, ഇനി അഥവാ ഇവിടുത്തെ വാല്യൂ ഇതന്നെയാണെന്നുള്ള ഡൗട്ട് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിന്നൊരു ഐഫോൺ 7 പ്ലസിൻ്റെ ഒരു മദർ ബോർഡാണ് നമ്മളൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവിടെ കാണിക്കുന്ന റീഡിങ് ഒരു ആ കപ്പാസിറ്റിയിൽ ഏകദേശം എത്ര വാല്യൂ ആവും ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയുള്ള ചെറിയൊരു ധാരണ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറായിട്ട് വരുന്ന വലിയ വലിയ പ്രോബ്ലംസൊക്കെ തീർക്കാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ പ്രശ്നം, ഇപ്പോൾ ടെക്നീഷ്യന്മാർക്ക് എന്തുണ്ട്, ഒരു CPU റീബോൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് റീബോൾ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് റീബോൾ ചെയ്യാൻ പറഞ്ഞാൽ റീബോൾ ചെയ്തിടും. ചാർജിങ് ഐസിയാണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ ചാർജിങ് ഐസി മാറ്റിയിടും. പക്ഷെ ഇതൊക്കെ എന്തിനാണ് മാറ്റണത്, എന്തിനാണെന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇതൊരു ഐഫോൺ 7 പ്ലസിൻ്റെ ബോർഡാണ്. ഇതിപ്പോൾ ലൈറ്റ് ഐസിയാണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഐസി അങ്ങോട്ട് മാറ്റും, റെഡി ആയാൽ റെഡിയാകും, റെഡി ആയില്ലെങ്കിൽ റെഡി ആവില്ല. അല്ലെങ്കിൽ ഡയോഡ് കത്തിയെങ്കിൽ ഡയോഡ് കത്തിയത് മാറ്റും, കപ്പാസിറ്റി കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് മാറ്റും. പക്ഷേ ഇത് എന്തിനാണ് മാറ്റണമെന്നുള്ളത്, മാറ്റുന്നുള്ള ഉപയോഗം എന്താണെന്നുള്ളതൊന്നും അറിയുണ്ടാവില്ല. ചിലപ്പോൾ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവരൊരു ഡയോഡ് മാറ്റിയിട്ട് അവരത് റെഡിയാവും, പക്ഷെ നമ്മളത് റെഡി ആവില്ല. അവരെന്തെങ്കിലും ഒരു റെസിസ്റ്ററോ കപ്പാസിറ്ററോ മാറ്റിയിടും, അവരത് റെഡിയാവും, നമ്മളത് റെഡി ആവില്ല. അവരെന്തിനത് മാറ്റണം എന്നുള്ള അറിയാം അവർക്കുണ്ടാവും, പക്ഷെ നമ്മളിത് എന്തിനാണ് മാറ്റണം എന്നുള്ളതും, നമ്മൾ ഈ പ്രശ്നത്തിന് നമ്മൾ ഈ കപ്പാസിറ്റർ മാറ്റേണ്ടതുണ്ടോ എന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടൊരു ഫോൺ റിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അതിനാണ് നമ്മൾ ഫോൾട്ട് ഫൈൻഡിംഗ് എന്ന് പറയാം. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിലും ഹാർഡ് ഡിസ്ക് ഊരിടുന്നുണ്ടാവും. ഈ ഹാർഡ് ഡിസ്ക് ഊരിടാനുള്ള കാരണം എന്താണ്, അതിനെക്കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തൊരു സംഭവത്തിനും ഹാൻഡ് സ്കില്ല് വേണം. ഹാൻഡ് സ്കില്ലിന് പുറമെ അതിനെന്ത് വേണം, നല്ലൊരു അറിവും വേണം. ഇതെന്തിനാണ് മാറ്റുന്നത് എന്നുള്ളത്, എങ്ങനെ മാറ്റുക എന്നുള്ളത്, ഇതന്നെയാണോ പ്രശ്നം എന്നുള്ളത് നമുക്ക് പരിഹരിക്കാൻ കഴിയണം. അത് കഴിയണം എന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്ററിനെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണ വേണം. അതേപോലെ തന്നെ സർക്യൂട്ടിനെ കുറിച്ചിട്ടും ഒരു ധാരണ വേണം. അത്യാവശ്യം ഇലക്ട്രോണിക്സ് നോളജും വേണം. എന്നാലും മാത്രമേ അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ക്യാമറ കംപ്ലൈൻറ്റിൽ ഒരു ഡിവൈസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുക, ക്യാമറ മാറ്റി വെക്കും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റീസെറ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കും. റെഡി ആയില്ലെങ്കിൽ റെഡി ആയില്ല, ചിലടത്ത് റെഡിയാവും, ചിലടത്ത് റെഡി ആവില്ല എന്നുള്ള രീതിയിലാവും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സെക്ഷൻസാണ് ക്യാമറക്ക് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ വോൾട്ടേജ് വരുന്നുണ്ടോ, അവർക്കുള്ള റീഡിങ് എത്ര, റീഡിങ്ങിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ, ഇനി അതല്ല വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാവാം എന്നുള്ള ധാരണ നമുക്ക് വേണം. എന്നാലും മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയിൽ എന്ത് ചെയ്യും, അവിടേക്ക് ഒരു ട്രാക്ക് ഒരു ലൈൻ ഇങ്ങനെ വലിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടാവും, അവരത് അത് റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മളതിൽ അതേ ലൈൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള നോക്കാനുള്ള ഒരു അറിവ് പോലും നമുക്കില്ല. അപ്പോൾ ആ ഒരു അറിവ് ഉണ്ടാക്കലാണ്, ആ ഒരു അറിവ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഇവിടുന്ന് പഠിക്കാൻ പോകുന്നത്. സ്വന്തമായിട്ട് എങ്ങനെ ഒരാൾക്കൊരു ഫോണിൻ്റെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോൾട്ട് സ്വന്തമായിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഈ പറഞ്ഞമാതിരി പെട്ടെന്നൊരു കപ്പാസിറ്റി റെഡിയാക്കി തട്ടിയിട്ട് റെഡിയാക്കുക അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ഓണാക്കുക എന്നുള്ള സംഭവത്തേക്കല്ല ഇത് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക്, പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. എങ്ങനെ ഒരു റീഡിങ് നമുക്ക് കണ്ടെത്താം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോക്ക് പോവാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ 7 പ്ലസിൻ്റെ മദർ ബോർഡ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ZXWൻ്റെ തന്നെ മദർ ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുണ്ടാവും മദർ ബോർഡ് ഉണ്ട്. ഇത് ആണ് അതിൻ്റെ മദർ ബോർഡ് 7 പ്ലസ്. പൈസ കൊടുക്കും. ഇതാണ് ഇതിന് മദർ ബോർഡ്. അപ്പോൾ ഇപ്പോൾ ടെക്നീഷ്യന്മാർക്ക് പൊതുവേ ഉള്ളൊരു സീനാണ്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതാണ് മൾട്ടിമീറ്ററിൻ്റെ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ റെഡ് പ്രോബ് എപ്പോഴും എന്ത് ചെയ്യണം, ഗ്രൗണ്ടിൽ വെക്കണം. എന്നാലും മാത്രം നമുക്ക് അതിൻ്റെ റീഡിങ് എടുക്കാൻ കഴിയുള്ളൂ. റെഡ് പ്രോബ് ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ചില നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ, അതായത് ഇപ്പോൾ LCDൻ്റെയൊക്കെ VSB VSN വോൾട്ടേജ് ഉണ്ട്, ഡിസ്പ്ലേൻ്റെ വോൾട്ടേജ് കൊടുക്കുന്നത്. അതിന് നെഗറ്റീവ് വോൾട്ടേജ് നമ്മൾ ഇതേപോലെ റെഡ് പ്രോബ് ഗ്രൗണ്ടിലും
ബ്ലാക്ക് പ്രോബ് അതിന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലാണ് കാണിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നേരെ തിരിച്ച് വെക്കണം. നെഗറ്റീവ് വോൾട്ടേജ് വരുന്ന സമയത്ത് പ്രോബ് തിരിച്ചിട്ടും സാധാരണ നോർമലി എല്ലാ പോസിറ്റീവ് വോൾട്ടേജ് വരുന്ന ഏത് ഏരിയ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, റെഡ് പ്രോബ് എപ്പോഴും ഗ്രൗണ്ടിൽ വെക്കണം. ഓക്കെ, അപ്പോൾ അതാദ്യം നോക്കുക. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഒരു നോർമലി ഇപ്പോൾ ഒരു ഫുൾ ഷോട്ടുള്ളത് ഒരു ഐഫോൺ 7 പ്ലസിൻ്റെ ഒരു വീഡിയോ മെയിനാണ്. വീഡിയോ മെയിൻ ഇവിടെ വരുന്ന റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് തരാം, ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വീഡിയോ മെയിൻ്റെ 7 പ്ലസിൻ്റെ മദർ ബോർഡ്. ഇവിടുത്തെ വരുന്ന റീഡിങ് കണ്ട എത്രയാണ്. ഡയോഡ് മോഡ്ക്ക് മാറ്റണേ, ഡയോഡ് മോഡ്ക്ക് മാറ്റിയില്ലെങ്കിൽ അറിയില്ല. 296 അവിടെ വരുന്ന വാല്യൂ 290 അത് 296 ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കതിൻ്റെ സ്കീമാറ്റിക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ 298 ഈ വാല്യൂ ഏകദേശം ഒരു 2 ഓംസ്. എപ്പോഴും നമ്മൾ റൂമിലെ ടെമ്പറേച്ചറും കാര്യങ്ങളും അനുസരിച്ച് ചെറിയ ചെറിയ റീഡിങ്, ഒരു 10, 15, 20 ഓംസിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അത് നിങ്ങൾ വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ ഉണ്ട്, ഇവിടെ വരുന്ന വാല്യൂ 298, അതായത് 332 ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളെ വാല്യൂ ഓക്കെയാണ്. ഇവിടുത്തെ റൂം ടെമ്പറേച്ചർ എ സിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ചൂട് കൂടുമ്പോഴും കുറയുമ്പോൾ ഹോംസിലും നമുക്കറിയാമല്ലോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിഡൻസിയൽ വാല്യൂ കുറയും. അപ്പോൾ അതനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ വല്ലാത്ത രീതിയിൽ എപ്പോഴും ഒരു 60, 100, 200 ഓംസിൻ്റെ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളൊരു ഡിസ്പ്ലേ വർക്കാവുന്നുണ്ട്, ടച്ച് വർക്കാവണില്ല, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇമേജ് ഇല്ല, എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ കണക്ടർ സൂം ഔട്ട് ചെയ്യുക. സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ വാല്യൂ കാണിക്കും. 458, 464, 463 വാല്യൂ കാണിക്കും. അപ്പോൾ ആ വാല്യൂ കാണിക്കുമ്പോൾ അതേ സെയിം വാല്യൂ തന്നെയാണോ നമ്മുടെ കമ്പോണൻസിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നോക്കി നോക്കുക. ചിലപ്പം എന്തുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവാം. ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള വാല്യൂ 462 അവിടെ ഒരു 458, 464, 463, 466 ഇതേ സെയിം വാല്യൂ തന്നെയാണോ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ആ വാല്യൂയിൽ കുറവോ കൂടുതലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ വരുന്ന വാല്യൂ 439, വലിയൊരു 458 ഉണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ ഓപ്പൺ ലൈനാണ്. മൂന്നാമത്തെ 455, അതിൽ ഏകദേശം 464 ഉണ്ട്. ഒരു 10 ഓംസിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്. 454. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 400 ഫസ്റ്റത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ പോയിന്റിൽ 458 വാല്യൂ കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഈ ലൈൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കപ്പാസിറ്ററിലേക്ക് പോകുന്നതിന് ഒരു FL ഉണ്ട്. അപ്പോൾ ഈ FL മിസ്സിങ് ഉണ്ടോ നോക്കണം. ഈ FL ഒക്കെ ചിലപ്പം ബാക്കിൽ എന്തെങ്കിലും ചാർജിങ് ഐസിയോ ചിലപ്പം എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ FL പെട്ടെന്ന് ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇളകിയിട്ട് നോക്കുക. അതേപോലെ തന്നെ ഇതേ സെയിം വാല്യൂ ഈ FLൻ്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ, FLൻ്റെ ഈ ഒരു ഭാഗത്തും റീഡിങ് ഉണ്ടോ നോക്കുക. അവിടെ റീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നേരെ പോകുന്നത് നമുക്ക് നെക്സ്റ്റ് പിന്നെ അടിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും, നേരെ CPU പോകുന്നത്. പിന്നെ ഒന്നും നോക്കണ്ട, CPU എന്നുള്ള കണക്ഷൻസ് എന്തായി ഉണ്ടാവും, ബ്രേക്ക് ആയി ഉണ്ടാവും, അല്ലെങ്കിൽ CPU ഡ്രൈ ആയി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ CPU റീബോർഡ് ചെയ്തിട്ടിട്ട് റെഡിയാക്കണം. അത് ഇട്ടിട്ട് റെഡിയാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ സെറ്റ് എന്ത് ചെയ്യുക, റിട്ടേൺ കൊടുക്കുക. കാരണം വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. കാരണം എന്താണ്, അതിലേക്കുള്ള മെയിൻ വരുന്ന I2Cൻ്റെ ലൈനാണ് അതിലേക്ക് വരുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഡിസ്പ്ലേ വരില്ല. ഡിസ്പ്ലേ അതേപോലെ തന്നെ ഒരു ലൈനാണ് ഇവിടെ. ഇപ്പോൾ ടച്ച് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 463 പിന്ന് ഇതേപോലെ ഒരു കപ്പാസിറ്റർ വരുന്ന ഒരു FL ഉണ്ട്. അപ്പോൾ ഈ 463 റീഡിങ്ങും അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ FL ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം. അപ്പോൾ ഈ FLൻ്റെ ഈ സൈഡിലും അതേ സെയിം വാല്യൂ, ഈ 463 എന്നുള്ള അതേ വാല്യൂ ഇവിടെയും കിട്ടണം. അവിടെ കിട്ടിയെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആ ഒരു ഡിവൈസ്ക്കുള്ള കണക്ഷൻസ് ഓക്കെ ആവുള്ളൂ. ആ വർക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടച്ചിൻ്റെ ആണ്, ടച്ച് ടു AP ആണ്. അതായത് ടച്ചിന് നേരെ ആപ്ലിക്കേഷൻ പ്രോസസ്സർക്ക് പോകുന്ന ഒരു സിഗ്നലാണത്. അപ്പോൾ അതെന്ത് ചെയ്യണം, വർക്കാവണം. അപ്പോൾ അതുണ്ടോ ഇല്ലയോ നോക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമുക്ക് വരുന്നത് FLൻ്റെ ഈ സൈഡിൽ 451 ഉണ്ട്, അതിൻ്റെ ആ സൈഡിലും 451 ഉണ്ട്. അപ്പോൾ ആ കണക്ഷൻസും ഓക്കെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ FLൻ്റെ ഈ സൈഡിൽ, അതായത് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു സൈഡിൽ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി നോക്കും. ഇങ്ങനെ പോയിട്ട് ആ CPU കാണും. അപ്പോൾ CPUൻ്റെ കണക്ഷൻ മിസ്സിങ് ആയതുകൊണ്ടായിരിക്കാം അവിടെ റീഡിങ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ CPUൻ്റെ എന്തായിട്ടുണ്ടാവും, കണക്ഷൻസ് മിസ്സായിട്ടുണ്ടാവും.
അപ്പോൾ ആ കണക്ഷൻസ് മിസ്സാവാൻ കാരണം ഇതേപോലെ തന്നെ അതിന് റിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും പവർ ഐസ് റിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിലത്ത് കൊണ്ടിട്ടോ കണക്ഷൻസ് ഒക്കെ മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സി പി യുവിൻ്റെ ബോൾ ഡ്രൈ ആയിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാവില്ല, കണക്ഷൻ കിട്ടാത്ത കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ആ ഒരു ഫംഗ്ഷൻ അവിടെ വർക്ക് ആവില്ല. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഫോൾട്ട് ഫൈൻഡ് ചെയ്ത് പോവുക. ഇനി ഇത് ഫോൾട്ട് ഫൈൻഡ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ആ കണക്ഷൻസ് ഉണ്ടായിട്ടും ഡിസ്പ്ലേ വരാത്ത കുറേ കണ്ടീഷൻസ് വരും. അപ്പോൾ അതിൻ്റെ സെക്കൻഡറി പാത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോകണം. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, ഒരു റീഡിങ് വഴി എങ്ങനെ ഒരു കണക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത്. ഇനി അതേപോലെ തന്നെ ആണ് ഇതിലിപ്പോൾ കുറേ ഒരു കണക്ഷൻസ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു 1.8 ഒരു വോൾട്ടേജാണ്. ഈ കണക്ഷൻസ് ഇവിടെ ഇതേപോലെ ഓയിലാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു റീഡിങ് കാണിക്കണില്ലെങ്കിൽ ഈ ഒരു കോയിലിന് പ്രശ്നം ഉണ്ടോ നോക്കുക, ആ ഒരു പാത്ത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് ഏരിയയ്ക്ക് പോകുന്നുണ്ട്. ചിലപ്പം എന്തെങ്കിലും ഇൻറ്റേർണൽ ബ്രേക്ക് ആവാം. അപ്പോൾ ഇൻറ്റേർണൽ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു L3002 എന്നൊരു ജമ്പർ ഇട്ടിട്ട് ഇവിടെ കടിച്ചെടുത്ത് നോക്കുക. ഇവിടെ കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ജമ്പർ ഇങ്ങോട്ട് ഇട്ടെടുത്ത് നോക്കുക. അതൊക്കെ നിങ്ങൾ ഐഡിയക്ക് അത് ചെയ്തു പോകണം. പിന്നെ അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ഒരുപാട് ലൈനിലുണ്ടാവും ഒരു എന്താ പറയുക, ഒരു കപ്പാസിറ്റർ ത്രൂ ഒരു സീരീസ് ആയിട്ട് കുറേ കമ്പോണൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു വൈഫൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വൈഫൈസിക്ക് വരുന്ന ഒരുപാട് കമ്മ്യൂണിക്കേഷൻ PCI to വയർലെസ്. അതായത് എന്താ ഈ ലൈനിലൊക്കെ ഇതൊക്കെ കണക്ഷൻസ് ഉണ്ടാവും, പക്ഷേ അവിടെ ഓയിൽ നിന്നാണ് കാണിക്കുക. കാരണം ഇവിടേക്ക് വരുന്ന പാത്ത് എന്താണ്, സിഗ്നൽസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ലൈനിൽ ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ മിസ്സിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ കാണിക്കുന്ന റീഡിങ് ഓയിലായിരിക്കും, അതായത് ഓപ്പൺ ലൈനിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്താ, ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ പൊതുവേ 2 പ്രോബ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് റീഡിങ് ഒന്നും കാണിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഇതിൽ ഡയോഡ് മോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ലൈനിൽ നിന്ന് കാണിക്കുക, ഓയിലിൽ നിന്ന് കാണിക്കുക. അപ്പോൾ അതേ സെയിം പർപ്പസ് ഉണ്ടാവും ഇവിടെ വരിക. അപ്പോൾ നമുക്കൊരു വൈഫൈ വർക്കാത്ത ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് റീഡിങ്, സാധാരണ എല്ലാ ടെക്നീഷ്യന്മാരും ഈ റീഡിങ് കംപ്ലീറ്റ് എടുത്തിട്ട് ഫുള്ള് ഓക്കെ ആണെന്ന് പറയും. റീഡിങ് ഫുള്ള് ഓക്കെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഓയിലായിട്ട് വരുന്ന കണക്ഷൻസ് അവർ പലപ്പോഴും ചെക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഈ ഓയിൽ വരുന്ന ഈ ഒരു പോയിന്റിലേക്ക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 23 to C0812 ഈ പോയിന്റിലേക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കണം. അതായത് ഒന്നെങ്കിൽ 00 കാണിക്കണം. എങ്ങനെ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക്. അതേപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഈ സൈഡിൽ ഒരു റീഡിങ് ഉണ്ടാവും. ആ റീഡിങ് വരുന്നുണ്ടോ എന്നും നോക്കണം. എന്നാൽ മാത്രമേ എന്തുള്ളൂ, ഇപ്പോൾ ഇതിലിപ്പോൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പാസിറ്ററാണ്, പക്ഷേ അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രില്ല് കട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് നോക്കുന്നില്ല. അവിടെ എന്തായാലും എന്തുണ്ടാവും, ഒരു റീഡിങ് ഉണ്ടാവും, ഒരു 200-300 റീഡിങ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ റീഡിങ് ഇത് നേരെ പോകുന്ന എടുക്കുകയാണ് PCI to എന്താ ഇവിടേക്ക് ഈ ഒരു പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയും ആ കണക്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ CPU അങ്ങോട്ടുള്ള കണക്ഷൻസ് മിസ്സിങ് ആണെന്ന് മനസ്സിലാക്കുക. അതേപോലെ വാട്ടർ ഡാമേജോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൈഫൈ വർക്കാവാത്ത സെറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രില്ലിൻ്റെ അടിയിലൊക്കെ വെള്ളം കയറിയിട്ട് ഇതേപോലെ ഒരുപാട് ഡസ്റ്റ് പിടിച്ചിട്ട് കമ്പോണൻസ് ഒക്കെ നുരുമ്പി പോയിട്ടുണ്ടാവും. അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈഫൈസ് മറ്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒന്നും സെറ്റ് റെഡി ആവില്ല. കാരണം എന്താ, ഈ കാണുന്ന 22, 23, 20, 90 ഈ കപ്പാസിറ്റർക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, ഡാമേജ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ കപ്പാസിറ്റർ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവില്ല, വാല്യൂ കാണിക്കൂല. കപ്പാസിറ്റർ ഉണ്ടെങ്കിലും വാല്യൂ കാണിക്കൂല. അപ്പോൾ ഈ ഓയിലിൽ കാണിക്കുന്ന എല്ലാ ലൈനും എന്ത് ചെയ്യണം, ഇതേപോലെ മാനുവലി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു 19ാമത്തെ പിന്നിൽ നിന്ന് ഈ കപ്പാസിറ്റർ ഈ ഒരു സൈഡിലേക്ക് കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ ആ കപ്പാസിറ്റർ അവിടെ ഉണ്ടോ എന്നും കൂടെ നോക്കണം. ചിലപ്പം ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടൊരു സർക്യൂട്ട് ചെക്ക് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെത്തേഡ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പൊതുവെ എന്താ പറയുക, ഇപ്പോൾ ഒരു ക്യാമറൻ്റെ ഒക്കെ ഒരു വോൾട്ടേജ് ആണ് മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് പലപ്പോഴും ചെക്ക് ചെയ്യാൻ നമ്മൾ മറക്കാറുണ്ട്. കാരണം റീഡിങ് ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, വോൾട്ടേജ് വരില്ല. റീഡിങ് കാണിക്കേണ്ടിട്ട് വോൾട്ടേജ് വരാൻ നമുക്ക് അവിടെ എന്തില്ല, നിർബന്ധമില്ല. കാരണം പലപ്പോഴും ഈ വോൾട്ടേജസൊക്കെ റെഗുലേറ്റ് ചെയ്ത വോൾട്ടേജൊക്കെ റെഗുലേറ്ററൈസ് ഉണ്ടാവും. റെഗുലേറ്ററൈസിൻ്റെ ഇൻപുട്ടിക്ക് ഇതേപോലെ ഒരു VDD മെയിൻ ഉണ്ടാവും, ഒരു എനേബിളിംഗ് ഉണ്ടാവും, ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ റെഗുലേറ്ററൈസിൻ്റെ ഔട്ട്പുട്ട് ഈ പറഞ്ഞ മാതിരി 2.8 1.8 കിട്ടണമെന്നുണ്ടെങ്കിൽ കണക്ടർ ടു ഈ പ്രോം വരെ റെഗുലേറ്ററൈസ് വരെയുള്ള കണക്ഷൻ മാത്രം ഓക്കെ ആയാൽ പോരാ. റെഗുലേറ്ററൈസിക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജും എനേബിളിങ്ങും ഗ്രൗണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില കേസിൽ എന്താവും, എനേബിളിങ് മിസ്സാവാറുണ്ട്. ചില കേസിൽ
എന്താ പറയുക അതിക്ക് വരുന്ന മെയിൻ വോൾട്ടേജ് വീഡിയോ മെയിനും മിസ്സാവാറുണ്ട്. ചില സമയത്ത് അതിലേക്കുള്ള ഗ്രൗണ്ടും പോകാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും കണക്ടർക്കുള്ള റീഡിങ് ഉണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, വോൾട്ടേജ് എത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകൾ ഇതേപോലെ മാനുവലി ആയിട്ട് നമ്മൾ ഓരോ ലൈനും ബേസ് ചെയ്തിട്ട് സെക്കൻഡറി ലൈനും പ്രൈമറി ലൈനൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകണം. എന്നാലും മാത്രം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് പ്രോബ്ലം കണ്ടെത്താവുന്നുള്ളൂ. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാവും, ഫസ്റ്റ് വരുന്ന കണ്ടറിൻ്റെ റീഡിങ് എടുത്ത് നോക്കും, അത് വർക്ക് ആയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, റെഡിയാക്കിയാൽ പോകുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു രജിസ്റ്റർ മിസ്സായി പോയതോ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റേഴ്സിൻ്റെ ഒരു എനേബിളിങ് മിസ്സായി പോയതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കത് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർ വേ കൂടെ ആയിട്ടുള്ള ചെക്കിംഗ് മെത്തേഡ് കൂടെ പോകണം, എന്നാലും മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെയാണ് നമുക്ക് മൾട്ടിമീറ്ററിലുള്ളൊരു മെയിൻ പ്രശ്നമാണ് ചില റീഡിങ്ങുകൾ കണ്ട ഇവിടെയൊക്കെ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ റീഡിംഗ് ആവും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഈ ഒരു കപ്പാസിറ്റി റീഡിങ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് 27 ആണ് അതിൽ കാണിക്കുന്ന റീഡിങ്. ഈ ഒരു കപ്പാസിറ്ററിൽ കാണിക്കുന്ന റീഡിങ് 27 ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലൈന് നമ്മൾ ഷോർട്ടാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ഏരിയ കംപ്ലീറ്റ് ആ ഒരു റീഡിങ് ഉണ്ടാവുള്ളൂ, ഉണ്ടാവും 0.08. കാരണം ഇതൊക്കെ സി പി യുവിൻ്റെ ഒക്കെ വോൾട്ടേജുകളാണ്. സി പി യുക്ക് വരുന്ന നല്ല ഹൈ കറൻറ്റുള്ള വോൾട്ടേജുകളാണ്, കറൻറ്റുള്ള വോൾട്ടേജ് ലൈനാണ്. വോൾട്ടേജ് കുറവാകും, ചിലപ്പോൾ 0.7 1.1 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടുത്തെ റെസിസ്റ്റൻസ് വളരെ കുറവാകും, ഉണ്ടാവും 0.8. പക്ഷേ അത് നമ്മളെന്താവും, ഷോർട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആ ഏരിയത്തെ ഫുൾ കപ്പാസിറ്റി റിമൂവ് ചെയ്താൽ എന്താവില്ല, പോകില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കെപ്പോഴും എന്ത് വേണം, ഒരു ചെറിയ ലോ വാല്യൂ കാണിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോഴും ഞാൻ വീണ്ടും പറയാണ്, ഒരു 002 003 വരുന്ന വരെ റീഡിങ്ങുകൾ എന്തുണ്ട് നമ്മുടെ മദർ ബോർഡിനകത്തുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇതാണ്, അത് 0.007 ഹോംസ് ഇവിടെ കാണിക്കുള്ളൂ. ഈ ഒരു ലൈനിലുള്ള ഏത് കപ്പാസിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ വരുന്ന റീഡിങ് എത്ര ആവും, ആ ഒരു 0.007 ആവും. ഇവിടെ എത്തുമ്പോൾ 0.004 ആയി. ഈ ഇവിടെയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ആ ഒരു സെയിം എമൗണ്ട് വാല്യൂ കാണിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന വാല്യൂ എത്ര ആവും, 0.008 ആവും. ഇവിടെയൊക്കെ 86 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നും എന്തല്ല, ഷോർട്ടല്ല, ഇതൊക്കെ അവിടെ വരുന്ന എക്സാക്റ്റ് വാല്യൂ അത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തത്, അനലോഗ് മൾട്ടിമീറ്ററിന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബീപ്പ് അടിക്കും, ബസറിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ബീപ്പ് അടിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എവിടെ എപ്പോൾ റിപ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ എക്സാക്റ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അവിടെ റിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കൂടുതൽ വീഡിയോ ഇനിയും ഉണ്ടാകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.